അബൂദാവൂദ്, ഇബ്നു മാജ റളിയല്ലാഹു അൻഹും റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിലുണ്ട്. അൻ നബി സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് നിവേദനം ചെയ്യുന്നൊരു ഹദീസ്. ഖാല, അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അയ്ഖള റജുലു അഹ്ലഹു മിനൽ ലൈലി ഫസല്ലയ ഔ സല്ല റകഅത്തൈനി ജമിഅൻ. ഒരാൾ തൻ്റെ ഭാര്യയെ, സഹധർമ്മിണിയെ, അല്ലെങ്കിൽ സഹധർമ്മിണി തൻ്റെ ഭർത്താവിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. രാത്രി ഉറങ്ങുമ്പോൾ അവർ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് തഹജ്ജുദ് 2 റക്അത്ത് നിസ്കരിച്ചു. എന്നാൽ കുതിബ ഫി ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്തി, അള്ളാഹുവിന് ധാരാളം ദിക്ർ ചൊല്ലുന്ന പുരുഷന്മാരിലും അള്ളാഹുവിന് ധാരാളം ദിക്ർ ചൊല്ലുന്ന സ്ത്രീകളിലും അവരെ അള്ളാഹു രേഖപ്പെടുത്തപ്പെടുന്നതാണ്. അത്രക്കും പവറുള്ളൊരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. രാത്രി എഴുന്നേറ്റ് വുളു ചെയ്ത് 2 റക്അത്ത് ലഘുവായിട്ടെങ്കിലും നിസ്കരിക്കണം. എന്നാൽ ഏറ്റവും കൂടുതൽ ദിക്ർ ചൊല്ലുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുന്നതാണ്. തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്നതിലൂടെ ഓർമ്മശക്തി വർദ്ധിക്കുകയും വീട്ടിൽ വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സുന്നത്ത് നിസ്കാരവും കൂടിയായിരുന്നു. അള്ളാഹു ഈ നിസ്കാരം പതിവാക്കാനും അതിനാൽ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളെ കൈവരിക്കാനും നമുക്കവൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.